ഹലോ. നമ്മൾ ഇന്ന് NIOSലെ 18ാമത്തെ ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 18ാമത്തെ ചാപ്റ്റർ വന്നിട്ട് നൈറ്റ് ഓഫ് ദി സ്കോർപ്പിയോൺ എന്ന് പറയുന്ന ഒരു ചെറിയൊരു പോയമാണ്. ഇത് എഴുതിയത് നിസൈം എസേക്കിയൽ എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ പോയറ്റ് ആണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പോയം എന്ന് പറയുന്നത് അമ്മയും മക്കളും തമ്മിലുള്ള ചെറിയൊരു അഫെക്ഷൻ, അതായത് അമ്മയ്ക്ക് മക്കളോടുള്ള ചെറിയൊരു സ്നേഹത്തെ കുറിച്ചിട്ടാണ് ഈ ഒരു പോയം ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ അതേപോലെ തന്നെ പണ്ട് കാലത്ത് നമ്മുടെ ഇന്ത്യയിൽ നിലനിന്നിരുന്ന അന്ധവിശ്വാസങ്ങളും അതിനെതിരെയൊക്കെ ആയിട്ടുള്ള ഒരു ചെറിയൊരു എന്താ പറയുക ഒരു ചെറിയൊരു ഇൻഫർമേഷനും കൂടാണ് നമ്മുടെ ഈ ഒരു പോയം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു പോയം ഒന്ന് സമ്മറി ഒന്ന് നോക്കിയിട്ട് വരാം. I remember the night my mother was stung by a scorpion. 10 hours of steady rain and driven him to crawl I beneath a sack of rice. Parting with his poison, flash of diabolic tail in the dark room, he risked the rain again. The peasants came like a swarm of flies and buzzed the name of God 100 times to paralyze the evil one. With the candles and with lanterns, throwing against scorpion shadows on the mud-baked walls. They searched for him, he was not found. They clicked their tongues. With every movement that the scorpion made, his poison moved in mother's blood, they said. May your sufferings decrease, this misfortune for your next birth, they said. May the sum of evil balanced in this unreal world against the sum of good become diminished by your pain. May the poison purify your flesh of desire and your spirit of ambition, they said, and they sat around on the floor with my mother in the center. The pace of understanding on each face, more candles, more lanterns, more neighbors, more insects, and endless rain. My mother twisted through and through, groaning on a mat. My father, septic rationalist, trying to every curse and blessing, powder, mixture, herb, and hybrid. He even poured a little paraffin upon a bitten toe and put a match to it. I watched the flame feeding on my mother. I watched the holy man perform his rites. To taint the poison with an incantation, after 20 hours it lost its sting. My mother only said, "Thank God the scorpion picked on me and spared of my children." അപ്പൊ ഇതിൽ പറയുന്നത് എന്താന്ന് വെച്ചാൽ ഒരു വളരെ ശക്തമായ മഴയുള്ള ഒരു രാത്രി നമ്മുടെ പോയറ്റിന്റെ അമ്മയുടെ കാലിൽ വന്ന് എന്ത് ചെയ്യണം, ഒരു സ്കോർപ്പിയൻ വന്നിട്ട് ഒരു തേള് വന്നിട്ട് കടിക്കുകയാണ് ചെയ്യുന്നത്. 10 hours of steady rain and had driven him to crawl beneath a sack of rice. അപ്പം കഴിഞ്ഞ 10 മണിക്കൂറായിട്ട് നിർത്താതെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു ജീവി, ഈ ഒരു തേൾ അത് കടിച്ചിട്ട് അത് എന്ത് ചെയ്യാണ്, അത് വീട്ടിനകത്ത് ഒരു അരിച്ചാക്കിന്റെ അടിയിലോട്ട് പോയി. പാർട്ടിങ് വിത്ത് ഹിസ് പോയ്സൺ, ഫ്ലാഷ് ഓഫ് ഡയബോളിക് ടെയിൻ ഇൻ ദ ഡാർക്ക് റൂം, ഹി റിസ്ക്ഡ് ദ റെയിൻ അഗെയിൻ. അതായത് അതിന്റെ വിഷത്തിന്റെ എല്ലാ ഭാരവും അമ്മയെ ഏൽപ്പിച്ചിട്ട്, അതായത് അതിന്റെ വിഷത്തിന്റെ എല്ലാ ഭാരവും അമ്മയെ ഏൽപ്പിച്ചിട്ട് വെച്ചാൽ അത് കടിച്ചിട്ട് അതെന്ത് ചെയ്ത് അത് വേഗം ഒരു ചാക്കിന്റെ അടിയിൽ പോയി ഒളിച്ചിരിക്കുകയാണ് ചെയ്തത്. He risked the rain again. The peasants came like swarms of flies and buzzed the name of God 100 times. അങ്ങനെ ഇത് പെസൻസ് എന്ന് പറയുന്ന കർഷകർ ഇത് കേട്ടിട്ട്, ഈ ഒരു വാർത്ത അറിഞ്ഞിട്ട് ഒരു ഗ്രാമപ്രദേശത്തിലുള്ള കർഷകരൊക്കെ എന്താണ്, സ്വാംസ് അത് ഒഴുകി വരികയാണ്. ബസ്ഡ് ദ നെയിംസ് ഓഫ് ഗോഡ് ആൻഡ് 100 ടൈംസ്. അതായത് ദൈവത്തിന്റെ പേര് ഒരുപാട് തവണ ഇങ്ങനെ വിളിച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചും പറഞ്ഞുകൊണ്ടൊക്കെ അവരിങ്ങനെ ഒഴുകി വരികയാണ്. ആൻഡ് ബസ്ഡ് ദ നെയിം ഓഫ് ഗോഡ് 100 ടൈംസ്, ടൈം ടു പാരലൈസ് ദ ഈവിൾ വൺ വിത്ത് കാൻഡിൽസ് വിത്ത് ലാൻഡേൺസ് ത്രോയിങ് ജൈന്റ് സ്കോർപ്പിയോൺ ഷാഡോസ്. അപ്പൊ ഇവരെന്താ ഈ മന്ത്രങ്ങൾ ഉരുവിട്ടോണ്ടിരിക്കുകയാണ്, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞ്. അത് എന്തിനു വേണ്ടിയിട്ട്? അതായത് ഈ സ്കോർപ്പിയോനെ കണ്ടെത്താൻ. ഈ സ്കോർപ്പിയോനെ കണ്ടെത്തി അതിനെ കൊല്ലുക എന്നുള്ളതാണ് ഈ അമ്മയുടെ വേദന കുറയാനുള്ള ഏക മാർഗം എന്നാണ് അവർ വിശ്വസിക്കുന്നത്. അപ്പൊ ഈ ഒരു വാർത്ത അറിഞ്ഞിട്ട് ആ ഗ്രാമപ്രദേശത്തിലുള്ള ആൾക്കാർ എന്താണ്, മെഴുകുതിരിവെട്ടവും അതേപോലെ റാന്തലും ഒക്കെ ആയിട്ട് അവരെന്താണ് ഇവരുടെ വീട്ടിലേക്ക്, അതായത് നമ്മുടെ പോയറ്റിന്റെ വീട്ടിലോട്ട് അവർ അമ്മയെ കാണാനായിട്ട് വരികയാണ്. Throwing giant scorpio shadows on the mud-baked walls, they searched for him, he was not found. അപ്പൊ അവരുടെ വീട് എന്ന് പറഞ്ഞാൽ വളരെ ചെളി മേഞ്ഞ കൊച്ചൊരു വീടാണ്. അപ്പൊ അവർ ആ വീടിനിടയിൽ എല്ലാവരുടെയും ഈ ഒരു സ്കോർപ്പിയോനെ തിരയാണ്. പക്ഷെ ഈ തേളിനെ തെരഞ്ഞിട്ടും അവരെവിടെയും കാണുന്നില്ല. ദേ ക്ലിക്കഡ് ദെയർ ടങ്സ്. വീണ്ടും അവരെന്ത് ചെയ്യണം, അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും അവർ ക്ലിക്കഡ് ദെയർ ടങ്സ് ഉദ്ദേശിക്കുന്നത് അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു.
With every movement that the scorpion made his poison move in mother's blood, they said. May your suffering decrease the misfortune of your next birth, they said. അപ്പൊ ഇവര് വിശ്വസിക്കുന്ന എന്താന്ന് വെച്ചാൽ ഈ സ്കോർപ്പിയോൺ എത്രത്തോളം മൂവ് ചെയ്തു പോകും അല്ലെങ്കിൽ എത്രത്തോളം അത് നീങ്ങി നീങ്ങി പോകും അതിനനുസരിച്ച് അവരുടെ അമ്മയുടെ ശരീരത്തിലുള്ള വേദനയും എന്തെങ്കിലും കൂടി കൂടി വരും എന്നാണ് അവര് വിശ്വസിക്കുന്നത്. അപ്പൊ എത്രയും വേഗം അതിനെ കണ്ടെത്തി കൊല്ലുക എന്നുള്ളതാണ് ഇവരുടെ വേദന മാറാനുള്ള ഏക മാർഗം. അപ്പൊ ഈ ഒരു കർഷകർ ഇവരുടെ അടുത്ത് പറയണത് മേ യുവർ സഫറിങ്സ് ഡിക്രീസ് ഇൻ ദ മിസ്ഫോർച്യൂൺ ഓഫ് യുവർ നെക്സ്റ്റ് ബർത്ത് ഡേ സെഡ്. ആ പറയണത് നിങ്ങൾ മുമ്പ് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തു പോയ എല്ലാ പാപങ്ങളും ഒരുപക്ഷെ ഇതിനാലെ എന്ത് ചെയ്യും കുറഞ്ഞു പോകുമെന്നാണ് അവർ വിശ്വസിക്കുന്നത്. അത്രയും വേദനയാണ് ഇവര് സഹിക്കുന്നത്. മേ ദ സം ഓഫ് ഈവിൾ ബാലൻസ് ഇൻ സൺറിയൽ വേൾഡ് അഗൈൻസ്റ്റ് സം ഓഫ് ഗുഡ് ബിക്കംസ് ഡിമിനിഷിംഗ് ബൈ യുവർ പെയിൻ. അപ്പൊ എന്താ പറയുക, ഈ ഒരു പിന്നീട് അവര് പറയുകയാണെന്ത് ഈ ഒരു വേദന, അതായത് ഈ ഒരു ഈവിൾ എന്ന് പറയുന്ന ഒരു പിശാച് അല്ലെങ്കിൽ ചെകുത്താൻ, ഈ ഒരു ചെകുത്താന്റെ കടിയോളം നിങ്ങളുടെ ഇനി വരാനിരിക്കുന്ന എല്ലാ പാപങ്ങളും ഒരു പക്ഷെ ഇതിനാല് ഇല്ലാതായി പോകുമെന്നാണ് അവര് വിശ്വസിക്കുന്നത്. മേ ദ പോയിസൺ പ്യൂരിഫൈ യുവർ പ്ലസ് ഓഫ് ഡിസയർ ആൻഡ് യുവർ സ്പിരിറ്റ് ഓഫ് ആംബിഷൻ. അതായത് ഇതിന്റെ വിഷം ഒരു പക്ഷെ നിങ്ങളുടെ ബോഡി എന്ത് ചെയ്യും, നിങ്ങളുടെ മാംസത്തിൽ നിങ്ങളുടെ ബോഡി എന്ത് ചെയ്യും പ്യൂരിഫൈ ചെയ്യുമെന്നാണ് അവര് പറയുന്നത്. അതായത് ഇനി നിങ്ങൾ ഇതുവരെ ചെയ്തു പോയിട്ടുള്ള എല്ലാ പാപങ്ങളും അല്ലെങ്കിൽ ഇനി നിങ്ങൾ ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും പാപങ്ങളുണ്ട് അതൊക്കെ ഇതിനാല് ഇല്ലാതാവുമെന്നാണ് അവര് വിശ്വസിക്കുന്നത്. ദേ സെഡ് ആൻഡ് ദേ സാറ്റ് അറൗണ്ട് ഓൺ ദ ഫ്ലോർ വിത്ത് മൈ മദർ ഇൻ ദ സെന്റർ. അങ്ങനെ അവരെന്ത് ചെയ്തു, അവർ ചുറ്റിലും അമ്മയുടെ ചുറ്റിലും ഇരുന്നു. അങ്ങനെ അമ്മ നടുക്കിയിരിക്കുകയാണ്. They placed 100 on each face, more candles, more lanterns, more neighbors. അപ്പൊ അവരമ്മയെ നോക്കിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. പുറത്ത് വീണ്ടും ഒരുപാട് ആൾക്കാർ, ഒരു അയൽക്കാര്, ഒരുപാട് മെഴുകുതിരികളും ഒരുപാട് ലാൻഡേൺസും ഒക്കെ ആയിട്ട് വീണ്ടും വീണ്ടും ആളുകൾ ഓടിയെത്താണ്. മോർ ഇൻസെക്ട്സ് ആൻഡ് എൻഡ്ലെസ് റെയിൻ. പക്ഷെ എന്താണ്, മഴ വീണ്ടും എന്താണ് നിർത്താതെ പെയ്യുകയാണ്. മൈ മദർ ട്വിസ്റ്റഡ് ത്രൂ ആൻഡ് ത്രൂ ഗ്രോമിംഗ് ഓൺ എ മാറ്റ്. എൻ്റെ അമ്മ എന്താ ചെയ്യുന്നത്, കവിയുടെ ഈ പോയറ്റിന്റെ അമ്മ വേദന കൊണ്ട് സഹിക്കാതെ വളഞ്ഞും പുളഞ്ഞും ഒക്കെ വേദന സഹിച്ച് അങ്ങനെ മാറ്റിൽ കിടക്കുകയാണ് ചെയ്യുന്നത്. മൈ ഫാദർ സ്കെപ്റ്റിക് റാഷണലിസ്റ്റ് ട്രൈങ് എവറി കേഴ്സ് ആൻഡ് ബ്ലെസ്സിങ്. പിന്നെ എൻ്റെ അച്ഛൻ എന്താണ് എൻ്റെ അച്ഛന് വളരെ റാഷണലിസ്റ്റ് ആണ്, ഒരു പുരോഗമനവാദിയാണ്. അപ്പൊ എന്താണ് ട്രൈങ് എവറി കേഴ്സ് ആൻഡ് ബ്ലെസ്സിങ് പൗഡർ മിക്സ്ചർ ഹെർബ് ആൻഡ് ഹൈബ്രിഡ്. അപ്പൊ അച്ഛന് ഇങ്ങനത്തെ അന്ധവിശ്വാസങ്ങളിലൊന്നും ഒട്ടും താല്പര്യമില്ല. അപ്പൊ അദ്ദേഹത്തിന് ചെറിയ മെഡിസിൻസ് കാര്യങ്ങളൊക്കെ അറിയായിരുന്നു. അപ്പൊ അദ്ദേഹം ചില മരുന്നുകളൊക്കെ ഈ ഒരു തേള് കുത്തിയ ഭാഗത്ത് അപ്ലൈ ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെറിയ പൗഡർ, പച്ചില മരുന്നുകൾ, അങ്ങനെ മരുന്നുകളൊക്കെ ഇദ്ദേഹം ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടായിരുന്നു. ഹി ഏവൻ പ്യൂർഡ് എ ലിറ്റിൽ പാരഫൺ അപ്പോൺ ദ ബീറ്റൺ ടോ ആൻഡ് പുട്ട് എ മാച്ച് ടു ഇറ്റ്. അങ്ങനെ ഇദ്ദേഹം അവസാനം എന്ത് ചെയ്തു, ഒരു പാരഫിൻ എന്ന് പറയുന്ന ഒരു മെഡിസിൻ ആണ്. ഈ ഒരു മെഡിസിൻ എന്ത് ചെയ്തു, അവരുടെ കാലിന്റെ ടോ, അതായത് എവിടാണോ തേള് കുത്തിയത് ആ ഒരു ഭാഗത്ത് എന്ത് ചെയ്തു, ഇത് തേച്ചു കൊടുത്തു. ഐ വാച്ച്ഡ് ദ ഫ്ലെയിം ഫീഡിങ് ഓൺ മൈ മദർ. ഐ വാച്ച്ഡ് ദ ഹോളി മാൻ പെർഫോം ഹിസ് റിറ്റ്സ്. അങ്ങനെ ഇത് കണ്ടപ്പോൾ എന്താണ്, അവരുടെ കൂട്ടത്തിൽ ഒരു സന്യാസി ഉണ്ടായിരുന്നു. അവരെന്ത് ചെയ്യണം, അവരിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഐ വാച്ച്ഡ് ദ ഹോളി മാൻ പെർഫോം ഹിസ് റിറ്റ്സ് ടു ടേം ദ പോയ്സൺ വിത്ത് എ ഇൻകാൻറ്റേഷൻ. അങ്ങനെ എന്ത് ചെയ്ത് എത്രയും വേഗം ഈ ഒരു പോയ്സൺ ഇതിൽ നിന്ന് ഇവരുടെ ദേഹത്തിൽ നിന്ന് പോകട്ടെ എന്നും പറഞ്ഞ് ആ ഒരു പുരോഹിതൻ എന്താണ്, ഒരു സന്യാസി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ആഫ്റ്റർ 20 hours, അങ്ങനെ നീണ്ട 20 മണിക്കൂറിന് ശേഷം എന്തായി, ഇസ് ലോസ് സ്റ്റിങ്, അതിന്റെ വേദന എന്ത് ചെയ്തു, നിന്നു, വേദന മാറി. മൈ മദർ ഓൺലി സെഡ് താങ്ക് ഗോഡ് ദ സ്കോർപിയൻ പിക്ക്ഡ് ഓൺ മീ ആൻഡ് സ്പെയർഡ് മൈ ചിൽഡ്രൻ. അങ്ങനെ നീണ്ട 20 മണിക്കൂർ കഴിഞ്ഞപ്പോൾ എന്താണ്, ഈ വേദനയെല്ലാം മാറി. പക്ഷെ ഇവരുടെ അമ്മ ഒരേ ഒരു കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ, എന്താ, ഈ സ്കോർപിയൻ എന്നെ കടിച്ചത് നന്നായി, എൻ്റെ കുട്ടികളെ അതിൽ നിന്ന് രക്ഷിച്ചല്ലോ. അതായത് എന്താണ്, എൻ്റെ കുട്ടികളെ കുത്താതെ ഇത് എന്നെ വന്ന് കുത്തിയല്ലോ എന്നാണ് അവർ ആകെ പറഞ്ഞത്. അപ്പൊ ഇത്രയാണ് ഈ ഒരു പോയം എന്ന് പറയുന്നത്. നമ്മുടെ ഇന്ത്യയിൽ മുമ്പ് നിലനിന്നിരുന്ന ചില അന്ധവിശ്വാസങ്ങൾക്ക് എതിരെയുള്ള ഒരു ചെറിയൊരു പോയമാണ്. അതായത് ആളുകൾ നമ്മുടെ എന്തെങ്കിലും ഇൻസെക്ട്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ജീവികളൊക്കെ കടിച്ചാൽ അവരെന്താണ് പ്രാർത്ഥിച്ച് ഭേദമാക്കുക എന്നുള്ള രീതിയിലാണ് അവർ വിശ്വസിക്കുന്നത്. അതേപോലെ അത് എന്തുകൊണ്ടാണ്, നിങ്ങൾ എന്തെങ്കിലും പാപം ചെയ്തിട്ടായിരിക്കും ഇത് വന്ന് കടിച്ചത് എന്നൊക്കെയാണ് അവര് വിശ്വസിക്കുന്നത്. പിന്നെ ഒരു വശത്ത് ഇവിടെ അന്ധവിശ്വാസങ്ങളാണ് പറയുന്നെങ്കിലും മറുവശത്ത് എന്താണ്, അമ്മയ്ക്ക് തൻ്റെ കുട്ടികളോടുള്ളൊരു സ്നേഹം കൂടെ ഇതിൽ കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. അമ്മ ഇത്രയും കാര്യങ്ങളൊക്കെ നടന്നിട്ട് അമ്മ പറയുന്നത് എന്നെ കടിച്ചത് നന്നായി, എൻ്റെ മക്കള് രക്ഷപ്പെട്ടല്ലോ, അവർ ഈ വേദനയിൽ നിന്ന് രക്ഷപ്പെട്ടല്ലോ എന്നാണ് അവര് ആകെ ഇതിൽ പറയുന്നത്.
അപ്പൊ ഇതില് മുമ്പ് പണ്ട് ഇന്ത്യയുടെ ഗ്രാമപ്രദേശങ്ങളിൽ നിലനിന്നിരുന്ന പല അന്ധവിശ്വാസങ്ങളുമാണ് ഈ ഒരു പോയത്തിലൂടെ നമ്മൾ നോക്കിക്കാണുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.